അതിന്റെ ആനുകൂല്യം കിട്ടിയത് ദളിതരായ, സാധാരണക്കാരായ, പിന്നാക്കം നിൽക്കുന്ന, പഠിക്കാൻ ശേഷിയില്ലാതെ പോയ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിരുന്നു. പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ലേ CH, നിങ്ങളൊരു വർഷം പലഹാരം ഉണ്ടാക്കുന്ന പണം മതി, ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പലഹാരമുണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത്, സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ? പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ CH മുഹമ്മദ് കോയ? വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ അനുവദിച്ചു. 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേര് കൊടുത്തില്ലേ? അതാണ് CH മുഹമ്മദ് കോയ. ഓരങ്ങളിലേക്ക് ചേർന്നു പോകുമായിരുന്ന, മീൻകച്ചവടം മാത്രമായി ചെയ്യുമായിരുന്ന, വിറകുവെട്ടികളായി മാത്രം തീരുമായിരുന്ന, വെള്ളംകൂരികളായി മാത്രം തീരുമായിരുന്ന, ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ 2ാം തരം പൗരന്മാരായും ആധുനിക കാലത്ത് പൗരന്മാരെ അല്ലാതായി തീരുകയും ചെയ്യുമായിരുന്ന ഒരു സമൂഹത്തെ പൗരന്മാരായും ആത്മാഭിമാനമുള്ള മനുഷ്യരായും ജനാധിപത്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൃശ്യവൽക്കരിച്ചു എന്നതാണ് CH മുഹമ്മദ് കോയ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം. പ്രാപ്തിയില്ലാത്തവനായി അടയാളപ്പെടുത്തിയാലും അഴിമതിക്കാരനായി അടയാളപ്പെടുത്താൻ ഞാൻ ഇടവും കൊടുക്കില്ല എന്ന് പറഞ്ഞുപോയ മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? CHന്റെ വീട് പണയത്തിലായി. CHന്റെ മക്കൾക്ക് പഠിക്കാൻ വലിയ ഡിപ്പോസിറ്റുകളില്ലാതായി. സർക്കാരിന് മകന് പഠിക്കാനുള്ള പണവും ഭാര്യയ്ക്കുള്ള ചെലവിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഒരു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 2 തവണ ഉപമുഖ്യമന്ത്രിയും 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഒരു മനുഷ്യൻ കടക്കെണിയിലാണ് മരിച്ചുപോയത് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ അഭിമാനവും വലിയ ധൈര്യവും